സരസ്വതീ നമഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അസഹായ സഹായായ നമഃ. ഭക്തിശക്തിപ്രദായിന്യേ നമഃ. ഓം സംശയഹൃദയ ദൗർബല്യ പാപകർമ്മവാസനക്ഷയകരായ നമഃ. ഓം നമോ ഭഗവതേ പർത്തീശ്വരായ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രുത്വ പ്രണമാമി മുകുർമുകുഃ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിൽ സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗതം അജാഢ്യം വക്പടുത്വം ച ഹനുമൽ സ്മരണാത് ഭവേത്. പരതഃ പരമാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമഃ. അരുണകിരണജാലൈരഞ്ജിതാസാവകാശാവിധൃതജപപട്ടീകാ പുസ്തകാഭീതിഹസ്ത ഇതരകരവരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാ. ശ്രീഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശാന്തി നിവാസം മമ പ്രാണനാദം പ്രണാമം 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 പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമൃതേശ്വര്യൈ നമഃ. നമുക്കിന്ന് 8ാം സ്കന്ധത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഞായറാഴ്ച ഇവിടെ ഒരു ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ച കഴിഞ്ഞിറങ്ങിയപ്പം കുറച്ച് അമ്മമാരും അതുപോലുള്ള യുവാക്കളും പറഞ്ഞു, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇതും വേണ്ടതാണ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. എല്ലാ തലങ്ങളിലും ഇത് നമ്മുടെ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കപ്പെടേണ്ടതാണ് ഈ ആശയം. ഉയർന്ന മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നെച്ചൂർ സ്വാമി ഒന്ന് പറഞ്ഞു, അതും സമൂഹത്തിന് ആവശ്യമാണ്. കഥകളും സമൂഹത്തിന് ആവശ്യമാണ്. ചോദ്യോത്തരം സമൂഹത്തിന് ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്നിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അപകടമാണ്. ആ അപകടമാണ് നമ്മുടെ സമാജം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് മാത്രം മതി എന്ന ചിന്ത ശരിയാണെന്ന് തോന്നുന്നില്ല. എല്ലാം വേണം. ശ്രീമദ് ഭാഗവതം ഭക്തന്മാരുടെ കഥ കൊണ്ട് നിറഞ്ഞതാണ്. കഥകളിലൂടെ ആശയം മാത്രം പറയുകയാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ കഥ എഴുതിയ വ്യാസഭഗവാന് വലിയ നിശ്ചയമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ബ്രഹ്മസൂത്രമൊക്കെ എഴുതിയതിന് ശേഷമാണ് ശ്രീമദ് ഭാഗവതം എഴുതിയത്. കഥ വെറും കഥയല്ല, അത് നടന്നതാണ്, നടക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. കാരണം നമുക്കിനിപ്പോൾ ഒരു ആനക്കഥയാണ് പറയാൻ പോണത്. ആനക്കഥ കുട്ടികൾക്കുള്ളതല്ലേ എന്ന് തോന്നിയേക്കാലോ. അപ്പം അങ്ങനെയെങ്കിൽ അത് ശരിയല്ല. ഇതെല്ലാം അനുനിമിഷം ഇവിടെ നടക്കുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കൽ അർദ്ധരാത്രി ഒരു 1970കളിൽ പുട്ടപ്പർത്തിയിൽ ആൾ കിടന്നുറങ്ങുമ്പം ഒരു 2 മണിക്കൊരാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത്
അന്ന് ആ പ്രായമുള്ള സത്യസായി ബാബ ടോർച്ചും തെളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല പാമ്പ് ശല്യമുള്ള സ്ഥലമാണ്, നല്ല കുടിയ വിഷമാണ്. അപ്പോൾ ഇയാൾ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ടോർച്ച് അടിച്ചിരിക്കണു ഒരു മൂർഖ ഇങ്ങനെ പത്തി വിടത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വ്യക്തമായിട്ട് സ്വാമി പറയണ കേൾക്കുകയാണ്, നിന്നോടാര് ഇവിടെ വരാൻ പറഞ്ഞു? നീ ഉള്ളയിടത്ത് നീ പോയി ഇരിക്കണം, ഇവിടെ വന്ന നിന്നെ ആൾക്കാർ തല്ലിക്കൊല്ലും, പോ. ഇപ്പോൾ പാമ്പിന് പറഞ്ഞാൽ മനസ്സിലാവും എന്നാണല്ലോ അർത്ഥം. ആധുനിക കാലത്ത് നടന്ന സംഭവമാണ്. ആ നിമിഷം ആ പാമ്പ് പെട്ടെന്നുകൂടി പോവുകയും ചെയ്തു. കുറ്റൻ സർപ്പങ്ങളാണ് അവിടെ ഉള്ളത്, ഭീകരമായ വിഷവും. പുട്ടപ്പുറത്ത് പറഞ്ഞാൽ പുറ്റുകൾ നിറഞ്ഞ ഭൂമി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അതിനും പുറകിലും ഒരു രസകരമായൊരു സംഭവം കാണാം. ശരീരം മുഴുവനും ഏതോ പ്രാരബ്ധത്താൽ വ്രണം പിടിച്ച് പുഴുത്തളിഞ്ഞൊരു നായ. രമണാശ്രമത്തിലുണ്ടായിരുന്ന, ആശ്രമത്തിൽ കയറ്റില്ല, ഈ ശരീരം മുഴുവൻ വ്രണമല്ലേ. ഒരു രാത്രി ഭഗവാന്റെ കൂടെ നിന്ന് ഒരാളെ കാണാനില്ല, അത് എഴുന്നേറ്റപ്പോൾ ഭഗവാനെ കാണാനില്ല. രാത്രിയാണ് സമയം, വിളക്കെടുത്ത് ഇദ്ദേഹം തപ്പിയെടുക്കുക ഭഗവാനെ, രമണ മഹർഷിയെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയോ ഒരു ഇരുട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദം പോലെ സാരമില്ല, സന്തോഷമായോ എന്നിങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിളക്കും കൊണ്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഈ പുഴുത്ത നായ ഭഗവാന്റെ പാദം നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടവിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, തൃപ്തിയായോ, സന്തോഷമായോ. അപ്പോൾ ആ നായയുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ ഏതു പാകതയിലെത്തിയതാണ്, ഏതു പക്വതയിലെത്തിയതാണെന്ന് നമുക്കറിയില്ല. ഇത് കെട്ടുകഥയാന്ന് പറയാൻ പറ്റുമോ? നടന്നത്, കണ്ടത്, അടുത്തയിടെ എഴുതപ്പെട്ടത്. വള്ളിക്കാവിൽ 1960കളിൽ ഭജന നടക്കുന്ന സമയത്ത് 2 ഇണപക്ഷികൾ ഒന്നിരിക്കും. ഭജന കഴിഞ്ഞാൽ പോവും. കുറേ ദിവസം ശ്രദ്ധിച്ച് കഴിയുമ്പം അവിടെ അമ്മയുടെ അന്ന് സന്യാസിമാരൊന്നും ആയിട്ടില്ല. അവർ ചോദിച്ചു, ഇതെന്താ അമ്മ ഇങ്ങനെ? അതേ 2 മഹർഷീശ്വരന്മാരാ ഭജന കേൾക്കാൻ വരുന്നതാ. ഇപ്പം എന്താ ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞത്? അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞത് സർവം ഖലു ഇദം ബ്രഹ്മ. ഈ സത്യത്തിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്നുള്ള സത്യമാണ് നിനക്ക് ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടില്ല എങ്കിലും. അതുകൊണ്ട് ഒരു ആന വിളിച്ചാൽ ഭഗവാന് വരാം, ചെല്ലാം, പരിഹരിക്കാം. ഇതൊരു കഥ മാത്രമല്ല, നടന്നത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു ലോജിക്ക് കുറവുമില്ല. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കഥയൊക്കെ കെട്ടുകഥയായിട്ട് മാറും. മഹാഭാരതത്തിൽ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്നു. യുധിഷ്ഠിരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദുസ്വപ്നം കാണാതിരിക്കാൻ, കെട്ട കനവ് കാണാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? മറ്റൊരു ചോദ്യം ചോദിച്ചു, രാവിലെ ഉണർന്നാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഗജേന്ദ്രമോക്ഷം കഥ സൂചിപ്പിച്ചിട്ട് പറയാണ്, ഈ ഗജേന്ദ്രമോക്ഷം കഥ വായിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കെട്ട കനവ് കാണില്ല, ദുസ്വപ്നങ്ങൾ കാണില്ല. രാവിലെ ഉണർന്നിട്ട് ഭഗവാനും ഗജേന്ദ്രനും തമ്മിലുള്ള സംവാദവും ആ സ്തുതിയും ആ കഥയും സ്മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുലർകാലം തുടങ്ങാൻ അതിനേക്കാൾ നല്ലതായ ഒരു നിമിത്തമില്ല. ഏറ്റവും ഉത്തമം അതാണെന്ന് മഹാഭാരതത്തിൽ ശരശയ്യയിൽ കിടന്ന് ഭീഷ്മപിതാമകൻ ഇത് അനുസ്മരിക്കുമ്പോൾ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കുക. ഒരാനയെ രക്ഷിക്കാൻ ഭഗവാൻ ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമിഴിലൊരു സിദ്ധം പറയുന്നുണ്ട്, ഭഗവാൻ അങ്ങനെ ആന കുരങ്ങ് എന്നൊന്നുമില്ല. കാരണം ഒരാനയെ കൊന്നിട്ടുണ്ട്, ഒരാനയെ രക്ഷിച്ചിട്ടുണ്ട്. കുവലയപീഠം. അപ്പം ആനയെ കൊല്ലാനും കുഴപ്പമില്ല, ആനയെ രക്ഷിക്കാനും കുഴപ്പമില്ല. ഒരു കുരങ്ങനെ കൊന്നിട്ടുണ്ട്, ഒരു കുരങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. ബാലി സുഗ്രീവനും. ഇദ്ദേഹത്തിൻ്റെ തമിഴിലൊരു ചൊല്ലാണ്. പിന്നെ ഒരു അസുരനെ കൊന്നു, ഒരു അസുരനെ രക്ഷിച്ചു. ഹിരണ്യകശിപുവിനെ കൊന്നു, പ്രഹ്ലാദൻ രക്ഷിച്ചു. ഒരു ബന്ധുവിനെ കൊന്നു, ഒരു ബന്ധുവിനെ രക്ഷിച്ചു. ശിശുപാലനെ വധിച്ചു. അച്ഛൻ്റെ സഹോദരിയല്ലേ വകയിൽ. വേറൊരച്ഛൻ്റെ സഹോദരിയല്ലേ അർജുനൻ, അദ്ദേഹത്തെ രക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. താൻ എവിടെയാണോ ആവശ്യം,
തൻ്റെ സാന്നിധ്യം എവിടെയാണോ വേണ്ടത് അവിടെ ചോദിക്കാതെ തന്നെ ഭഗവാൻ എത്തിയിരിക്കും. അത് അവിടത്തേക്കറിയാം നമ്മൾ എത്രമാത്രം അവിടുത്തെ കൃപയ്ക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് പാത്രമാണ് എന്നുള്ളത്. ഈ ഗജേന്ദ്രമോക്ഷം കഥയിലെ പ്രധാനപ്പെട്ടൊരു 4 കാര്യം. ഒന്ന്, പ്രാരബ്ധം ദഹിക്കാതെ സാക്ഷാത്കാരം, ഈശ്വരാനുഭൂതി അല്ലെങ്കിൽ ഈശ്വര ദർശനം എന്നൊന്ന് ഉണ്ടാകില്ല. പ്രാരബ്ധം ഉള്ളിടത്തോളം കാലം അത് ദഹിച്ചു തീരാതെ ഈശ്വരൻ്റെ ആ അൾട്ടിമേറ്റ് ഉണ്ടല്ലോ, ഭഗവത് ആ നിറവ്, തികവ് അതൊരിക്കലും ഉണ്ടാകില്ല. ആ പ്രാരബ്ധത്തെ സദ്ഗുരു കാണിച്ചു തരും. ശിഷ്യനെടുത്ത് കളയാം. ശിഷ്യനത് പറ്റില്ലെങ്കിൽ സദ്ഗുരു തൻ്റെ തപശക്തിയാൽ അതെടുത്ത് കളഞ്ഞിരിക്കും. ഇതാണ് ഒന്നാമത്തെ സന്ദേശം ഈ കഥയിലെ. രണ്ടാമത്തത്, അഭ്യസിച്ച ആധ്യാത്മിക വിദ്യ നാം മറന്നുപോയാലും ഈ ജന്മത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അത് പൂർത്തീകരിക്കപ്പെടും, അത് നശിച്ചു പോവില്ല. അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ ഭഗവാനോട്, ഭഗവാനെ ഇത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ എന്താവും? നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. ഒരിക്കലും ശ്രേഷ്ഠൻ ഒരു സാധകന് അവനൊരിക്കലും ഒരു ദുർഗതി ഉണ്ടാകുന്നേ ഇല്ല. അവനെന്ത് ചെയ്യും? ഞാനവന് ശ്രേഷ്ഠമായ മറ്റൊരു ജന്മം കൊടുക്കും. അല്ലെങ്കിൽ ശുചീനാം ശ്രീമതാംഗേഹേ യോഗഭ്രഷ്ട അഭിജായതേ. അല്ലെങ്കിൽ ഉത്തമരായ യോഗികളുടെ കുലത്തിൽ ഞാൻ അവന് ജന്മം കൊടുക്കും. അവൻ ചെയ്തതൊന്നും പാഴാവില്ല. വസിഷ്ഠരാമായണത്തിൽ രാമനോട് വസിഷ്ഠ ഭഗവാൻ പറയുന്നുണ്ട്, ഇതേ ആശയം പറയുന്നുണ്ട്. നീ ഈ ജന്മത്തിൽ പഠിച്ച ഭൗതിക വിദ്യകൾ മരണത്തോടുകൂടി മരിച്ചു, അതും തീർന്നു പോകും. അടുത്ത ജന്മത്തിൽ പിന്നെ ഒന്നെന്ന് തുടങ്ങണം. പ്രാവശ്യം എൻട്രൻസിന് MBBS എൻട്രൻസ് എഴുതുമ്പോൾ ആൾ മരിച്ചുപോയെന്ന് കേട്ടെ, അടുത്ത ജന്മം കഴിയുമ്പോൾ ഞാൻ പണ്ട് പാസ്സായത് അഡ്മിഷൻ തന്നെ പറഞ്ഞാൽ നടക്കുമോ? പിന്നെ എൻട്രൻസ് എഴുതേണ്ടി വരും. പക്ഷേ ഈ ആധ്യാത്മിക പാതയിലൂടെ പോകുന്ന എവിടെയെങ്കിലും വച്ചാണ് ഒരു വിരാമം വന്നതെങ്കിൽ അവിടുന്ന് തുടങ്ങത്തക്ക വിധത്തിൽ നിന്നെ ഞാൻ അവിടെ എത്തിക്കും. ഒരിക്കലും അവർക്ക് ദുർഗതി ഉണ്ടാവില്ല. ഇത് ഈ ഗജേന്ദ്രൻ്റെ കഥയിൽ നമുക്ക് കാണാം. എപ്പോഴാണെന്ന് വെച്ചാൽ ആ വേണ്ട സമയത്ത് പൂർവ്വ സംസ്കാരം ഉണരും, പ്രവർത്തിക്കും. ഗീതോപദേശം കേട്ട അർജുനൻ അത് മറന്നുപോയി. അതിനുശേഷം ഏകദേശം 32 വർഷം കഴിഞ്ഞ് ഭഗവാൻ ശരീരം ത്യജിച്ച് കഴിഞ്ഞ് ഭഗവാൻ നമ്മൾ ഉപേക്ഷിച്ചു പോയി എന്ന് ജ്യേഷ്ഠനോട് പറയുന്ന വേളയിലാണ് അന്ന് യുദ്ധമൂർധന്യതയിൽ വച്ച് ഭഗവാൻ ഉപദേശിച്ച ശോകമോഹങ്ങളെ മറികടക്കുന്ന ഗീതാതത്വം അർജുനന് വീണ്ടും സ്മരണയിലേക്ക് വരികയാണ്. 10-32 വർഷം മറക്കാടുന്ന കാര്യമാണ്, അല്ല മറന്നുപോയ കാര്യമാണ്. വേണ്ട സമയത്ത് അതുണരും, പ്രവർത്തിക്കും. നൊച്ചൂർ സ്വാമി പറയും, ഈ ആധ്യാത്മിക വിദ്യ ചെവിയല്ല കേൾക്കുന്നത്, മനസ്സിലല്ല സൂക്ഷിക്കുന്നത്, ബുദ്ധിയിലല്ല റെക്കോർഡ് ചെയ്യണത്, നിങ്ങൾക്കറിയാത്തൊരു മണ്ഡലത്തിൽ ഹൃദയത്തിൽ അത് നിക്ഷേപിക്കപ്പെടും. അത് വേണ്ട സമയത്ത് അതിന് തന്നെത്താനെ പ്രവർത്തിക്കാനുള്ള ഒരു ഇൻബിൽറ്റ് കപ്പാസിറ്റി അതിനുണ്ട്. നമ്മുടെ ബുദ്ധിയുടെ സഹായം അതിന് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇനി ഏത് ജന്മത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഏത് പ്രാർത്ഥനയിലാണെങ്കിലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂർത്തി അവിടെ വന്നിരിക്കും, സംരക്ഷിച്ചിരിക്കും. അപ്പം 4ാമത്തെ മന്വന്തരത്തിൽ നടന്ന ഒരു വിശേഷമാണ് നമ്മുടെ വിഷയം. അന്ന് ദ്രവിഡദേശം ഭരിച്ചിരുന്നത് ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ്. പാണ്ഡ്യദേശം അന്നും ഉണ്ടായിരുന്നു എന്നർത്ഥം. സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് ഇന്ന് തമിഴ്നാട്ടിലെ മന്ത്രിയുടെ പുത്രൻ പറയുമ്പം ഇവൻ്റെയൊക്കെ 100 തലമുറയ്ക്കുള്ള മുത്തശ്ശൻ ജനിക്കുന്നതിന് മുമ്പ് ഈ സംസ്കാരം അവിടുത്തെ പാണ്ഡ്യചേര രാജാക്കന്മാർ അനുഷ്ഠിച്ചിരുന്നതാണ്. അതിൻ്റെ ഇങ്ങേ വാലുക്കയിലാണ് അദ്ദേഹമൊക്കെ വന്നേക്കണമെന്നൊന്ന് ഓർത്തിരുന്നു എങ്കിൽ അബദ്ധങ്ങൾ പറയില്ലായിരുന്നു.
ആ ഇന്ദ്രദ്യുമ്നൻ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായൊരു ധാർമ്മികമായ ഭരണം കാഴ്ചവെച്ചു. ചില ആചാര്യന്മാർ പറയും, അന്നത്തെ കാലത്ത് അവിടെ കോഴി കൂവുന്നത് കേട്ടോ അല്ലെങ്കിൽ പക്ഷി ചിലച്ചത് കേട്ടല്ല ആളുകൾ ഉണരാറ്, സത്യത്തിൽ വേദം ജപിക്കുന്നത് കേട്ടാണ്. അത്രയും രാവിലെ എഴുന്നേറ്റ് ജനങ്ങൾ വേദം ജപിക്കണമെങ്കിൽ ആ നാടിൻ്റെ സംസ്കാരം എന്തായിരുന്നു എന്നാലോചിക്കുക. അങ്ങനെ ആ ഭരണം നടക്കുമ്പോൾ ഈ ധാർമ്മികമായ രീതിയിൽ ഭരണം കൊണ്ടേ നടന്നതിൻ്റെ ഫലമായിട്ട് രാജാവിൻ്റെ ബുദ്ധിക്ക് നല്ല തെളിവ് വന്നു. ആധ്യാത്മിക കാര്യങ്ങളിൽ രാജാവിന് താല്പര്യം പതുക്കെ മുട്ടിട്ടു. അത് വളർന്നു, പടർന്നു, വന്തിലിച്ചു. അതിൻ്റെ ഒടുവിലത്തെ പടിയാണ് വിരക്തി, വൈരാഗ്യം. എന്തിനി ഈ കസേര ഇരിക്കണു? ഇന്നിപ്പോൾ രാജാക്കന്മാരെന്തിനാ ചിന്തിക്കണേ? എന്തിനീ കസേരയെന്ന് പോണു എന്നുള്ളതാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. അവരിങ്ങനെ ഇനി ഇവിടെ ഇരുന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? മറ്റേ ഇവിടെ ഇരുന്നില്ലെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ള ഈ വ്യത്യാസമുള്ളൂ. ഒന്ന് ധർമ്മത്തിലാണ് അവരിരുന്നത്, മറ്റവരിരുന്നത് ഹിരണ്യകശിപുവിനെ പോലെ സ്വർണ്ണക്കിടക്കയിലാണ്. അതുകൊണ്ടാണ് ഈ സ്വർണ്ണം എന്ന് പറയാൻ പോലും പേടിക്കണം. ഇപ്പം എന്നെ അത് പറഞ്ഞ കേട്ടപ്പം എടുത്തുകൊണ്ട് പോകുന്നുള്ള രീതിയിലാണേ. ഏതായാലും ഈ രാജാവ് ഇങ്ങനെ ബന്ധുക്കളെയും അല്ലെ മക്കളെ ഭരണമേൽപ്പിച്ച് അദ്ദേഹം തപസ്സിനായി. ഇനി ശേഷം ജന്മം ഈശ്വരാരാധനയ്ക്കാണ്, ഈശ്വര സാക്ഷാത്കാരത്തിനാണ് എന്ന് തിരിച്ചറിവ്, പാകം വന്ന പക്വത വന്ന ബുദ്ധി, വിരക്തി കൊണ്ട് അദ്ദേഹം മലയപർവ്വതത്തിലേക്ക് പോയി അവിടെ തപസ്സിലും ധ്യാനത്തിലും ജപത്തിലും നാളുകൾ തള്ളി നീക്കി. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഏതാണ് എതിർച്ഛയാ തത്ര മഹാശയാമുനി. എതിർച്ഛയാ യാദൃച്ഛികമായിട്ട് ആ മഹാമഹർഷിയായ അഗസ്ത്യർ ശിഷ്യരോടൊത്ത് അവിടെ വരികയാണ്. പ്രാപ്യ ആദിത്യകാമെന്ന് ഭട്ടതിരി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് കഴിയേക്കാം എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹം അവിടെ വന്നു. വ്യാസഭഗവാന്റെ മൗനമൊക്കെ അവർ ഭട്ടതിരിയെ പോലുള്ളൊരു മഹാത്മാവ് അങ്ങനെ ചിത്രീകരിച്ചു. അപ്പോൾ എന്തു പറ്റി? ഈ എതിർച്ഛയ എന്ന പദത്തിന്, കാരണം ഇനിയിപ്പോൾ ശാപം നടക്കാൻ പോവല്ലേ, അപ്പോൾ എതിർച്ഛയ എന്ന പദത്തിന് ഈശ്വരേച്ഛ എന്ന അർത്ഥമേ യോജിക്കുകയുള്ളൂ. ആചാര്യന്മാർ ഇതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ വാൽമീകി രാമായണത്തിലെ 2 സന്ദർഭം എടുത്ത് കാണിക്കുന്നുണ്ട്. ജ്ഞാതി ദാസി യദോജാത കൈകേയാതു സഹോഷിത പ്രാസാദം ചന്ദ്രസങ്കാശം ആരുരോഹയദൃച്ഛയാ. അന്ന് മന്ദര അതിലൂടെ ഇറങ്ങി കിടന്നപ്പം കൊട്ടാരക്കെട്ടുകളൊക്കെ അലങ്കാര ദീപങ്ങളാൽ ദീപ്തമായിപ്പം ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് കയറി ചെന്നു? കൈകയുടെ കിടപ്പറയിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഉപയോഗിച്ച ജ്ഞാതീദാസി എപ്പോഴും കൂടെയുള്ളൊരു ദാസിയാണ്. അവൾ എന്താണ്? യഥോ ജാത, എവിടെയോ ജനിച്ചവളാ. അഡ്രസ്സ് വാൽമീകിക്ക് പോലും അറിയില്ല എന്നർത്ഥം. പേരും നാളും ഒന്നും അഡ്രസ്സ് ഇല്ലാത്തൊരു സ്ത്രീ. അപ്പോൾ അതിൽ കൂടെ മന്ദരയുടെ കയ്യിലിരിപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നർത്ഥം. അവർ എതിർച്ഛയാ യാദൃച്ഛികമായിട്ട് ആരുരോഹ കയറി ചെന്നു. ഞങ്ങളുടെ ചന്ദ്രസങ്കാശം പ്രാസാദം, ചന്ദ്രസങ്കാശ തുല്യമായ പ്രാസാദത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. അവിടെ വച്ച് രാമായണത്തിൻ്റെ ഗതി മാറുക. അന്ന് മന്ദര അവിടെ ചെന്നില്ലെങ്കിൽ രാമായണം ഇല്ല, ഇന്നത്തെ രാമായണം ഇല്ല. ആ എതിർച്ച ഈശ്വരേച്ഛയാൽ. ഈ രാമായണത്തിൻ്റെ ഇത് അയോധ്യാകാണ്ഡത്തിലാണ്, മൂലം രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ. ഇനി ആരണ്യകാണ്ഡത്തിൽ കാണാം. തദാസീനസ്യ രാമസ്യ കഥാ സംസക്തചേതസഃ തം ദേശം രാക്ഷസീ കാചിത് ആജഗാമയദൃച്ഛയാ. അരണ്യകാണ്ഡത്തിലേക്ക് ചെല്ലുമ്പോൾ അന്ന് അവർ പഞ്ചവടിയിൽ പർണശാലയൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ട് ഈശ്വര കഥകൾ പറഞ്ഞ് രസിച്ചിരിക്കുമ്പോഴാണ് തം ദേശം, ആ ദേശത്തിലേക്ക് രാക്ഷസീ കാചിത്, ഒരു രാക്ഷസി ആജഗാമ വന്നു കയറി. എതിർച്ഛയാ ശൂർപ്പണക. ഇവർ രണ്ടുപേരല്ലേ രാമായണത്തിൻ്റെ ഗതി നിയന്ത്രിച്ചവർ. ചുമ്മാ ഒന്ന് കയറിയതാണോ? അല്ല, വന്നു കയറിയത് ഈശ്വരേച്ഛയായിരുന്നു. ഇതും ഈശ്വരേച്ഛയാലാണ് ഇദ്ദേഹം വന്നത്. മഹർഷി വന്നു, പൂജാമധ്യത്തിലായതുകൊണ്ട്
ഇന്ദ്രദ്യുമ്നൻ കണ്ടോ കണ്ടില്ലോ, അദ്ദേഹം മഗ്നധീരാലു ലോകേ എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. അതിൽ ആണ്ടിരിക്കുകയായിരുന്നു. എന്തോ ആവട്ടെ, കണ്ടാലും കണ്ടില്ലെങ്കിലും മഹർഷി വന്നപ്പോൾ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. മഹർഷി അദ്ദേഹത്തെ നോക്കി. ശ്രീരാമകൃഷ്ണൻ പറയാറില്ലേ, നിന്നെ കാണുമ്പോൾ കണ്ണാടി കൂട്ടി കിടക്കണ പലഹാരം പോലെ നിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എനിക്ക് വ്യക്തമാണ്. സത്യസായിബാബ ചിലരോടും മിണ്ടും ചിലരോടും മിണ്ടില്ല. അപ്പോൾ ചോദിച്ചത്, എന്താ സ്വാമി ഇങ്ങനെ വ്യത്യാസം കാണിക്കണമെന്ന് ചോദിച്ചു. നിൻ്റെ കണ്ണിലേക്ക് ഞാൻ നോക്കുമ്പോൾ അമീബ മുതൽ നീ ഇവിടം വരെ എത്തിയ മുഴുവൻ ഹിസ്റ്ററി ഞാൻ കണ്ടു. ഏകകോശ ജീവിയായിരിക്കുന്ന അമീബ മുതൽ നീ ഈ 2 കാലയിൽ വരുന്നവരെയുള്ള കാലമല്ലേ, ഇത് മുഴുവൻ എൻ്റെ ദൃഷ്ടിപ്പെട്ടു. മിണ്ടാൻ പാകമാവാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തേക്ക് പോയത്. അപ്പോൾ അഗസ്ത്യർ നോക്കിയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? ഇദ്ദേഹത്തിന് അതിഗംഭീരമായ ഒരു തമോ ഗുണമുണ്ട്, ഒരു തമസിൻ്റെ മൂടലുണ്ട്. ഈ തമോ ഗുണമാണ് ഇദ്ദേഹത്തിന് ഇനി ആധ്യാത്മിക പാതയിൽ വിഘ്നമായിരിക്കുന്നത്. അത് മാറ്റണം. അത് മാറ്റണത് ഈ ശരീരത്തിരുന്ന് സാധ്യമല്ല. കാരണം എന്താ, രാജാവാണ്, അത് വേണ്ടെന്ന് വെച്ചു, തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. ഈ തപസ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഭീകരമായ തമോ ഗുണം മാറില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ സ്തബ്ധനായിട്ടിങ്ങനെ നിന്നുകൊണ്ട് നീ ആനയായി പോകട്ടെ എന്ന് ശപിക്കുകയാണ്. ആ ആന ശരീരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ തമോ ഗുണത്തെ മറികടക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അപ്പം ആ ശാപം പിന്നീട് നമുക്ക് കാണാം. ഈശ്വരാനുഗ്രഹം, മഹത്തായ അനുഗ്രഹം, വിഷ്ണു പാർഷദ തലത്തിലേക്കാണ് പിന്നെ ഇന്ദ്രദ്യുമ്നം പോകുന്നത്. ആനയായിട്ട് പിന്നെ അധപ്പതിക്ക് അല്ല ഉണ്ടായത്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആസുരം യോനിമാവന്നാ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ യാന്തി അധമാംഗതി. നീ വീണ്ടും വീണ്ടും മൂഢയോനികൾ ജനിച്ചിട്ട് എന്നെ പ്രാപിക്കില്ലാത്ത അത്രയും അകന്നു പോകും എന്നല്ല ഉണ്ടായത്. ആ ഒരൊറ്റ ജന്മത്തിലോടുകൂടി ആ തമോ ഗുണത്തെ മറികടന്ന് ഈശ്വര പാർഷദനാകാനുള്ള അനുഗ്രഹമാണ് അവിടെ കിട്ടിയത്. അല്ലെങ്കിൽ അഗസ്ത്യന് ദേഷ്യം വന്നു, നമ്മളെപ്പോലെ ദേഷ്യം വന്നു നമ്മൾ പറയണം, നമ്മൾ പിന്നെ ശപിക്കല്ലോ, പ്രാഗുകയാണല്ലോ ചെയ്യാറ്. അതുപോലെ ഇദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞ പിന്നെ ഈ അഗസ്ത്യന് മഹാമഹർഷി എന്നൊക്കെ വ്യാസഭഗവാൻ പറഞ്ഞ് തെറ്റായി പോയില്ലേ. അപ്പോൾ ഒരിക്കലും ഇദ്ദേഹം മാത്രമല്ല, ഒരു മഹാമഹർഷിക്ക് കോപം വരുമോ? ഇതിനൊക്കെ മറികടക്കുമ്പോഴാണല്ലോ ഒരു മഹർഷി ആവണത്. അപ്പം അഗസ്ത്യൻ്റെ കോപം ഒരു അനുഗ്രഹമാണ്. ഇവിടെ ആചാര്യന്മാർ പറയും, ഈ പ്രാരബ്ധം എന്തുകൊണ്ടാണ് ഭക്തിയോടെയും നാമം ചോദിച്ചും നന്നായി ജീവിച്ച് നടക്കുന്നവർക്കൊക്കെ ദുഃഖ ദുരിതങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഒന്ന്, പൂർവ കർമ്മ ആയിട്ടുള്ള ജന്മദുരിതം, അല്ലെങ്കിൽ ആ ഭക്തനെ വച്ചുകൊണ്ട് ഭഗവാൻ എന്തോ ഒരു ലീലയാടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭക്തന്മാർക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന് ആ ഇന്ദ്രദ്യുമ്നൻ ആനയായിട്ട് ജനിക്കുന്നു. ത്രികൂടപർവ്വതത്തിലാണ് ജനിക്കുന്നത്. പാലാഴി മധ്യത്തിലുള്ള ത്രികൂടപർവ്വതം. ആ ഒന്ന് സ്വർണത്തിൻ്റെ കൊടുമുടി, 3 കൊടുമുടിയുണ്ട്. ഒന്ന് ചെമ്പ്, ഒന്ന് ഇരുമ്പ്. അതിൻ്റെ താഴെ മുഴുവനും പച്ചപ്പരവതാനി വിധിച്ചിട്ടിട്ട് പോലുള്ള അതിമനോഹരമായ താഴ്വര. അവിടെയാണ് ആ ശ്രേഷ്ഠനായ ആന ജന്മമെടുക്കുന്നത്. ദേവന്മാരുടെ വിഹാരരംഗം കൂടിയാണ് ആ ഭൂമി. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, ത്വദ്ഭക്താനാകുത്രനുത്കർഷലാഭ. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെ ജനിച്ചാൽ എന്താ, അവിടെ ഒന്നാമനായിരിക്കും. ഇവിടെ വിക്രമാദിത്യൻ്റെ കഥ കാണാൻ മേലേ, അദ്ദേഹം ഒരു കിളിയായിട്ട് മാറുന്ന സന്ദർഭമുണ്ട്, തത്തയായിട്ട്. 2-ാം ദിവസം ആ കിളികളുടെ കൂട്ടത്തിൽ മഹാരാജാവായിട്ട് മാറുകയാണ്. കിളികളുടെ നേതാവായിട്ട് വിക്രമാദിത്യൻ മാറുന്നുണ്ട്. കാരണം അത്ര ശക്തനായ ദേവീയുപാസകനായിരുന്നു വിക്രമാദിത്യൻ. ഇവിടെയും അങ്ങനെ തന്നെ അങ്ങയുടെ ഭക്തന് എവിടെ എങ്ങനെ എന്തിൻ്റെ കുറവ് വരികയാണ്. അങ്ങനെ ആ കൊമ്പൻ്റെ സാന്നിധ്യം കൊണ്ട് ആ വനത്തിലെ അതിഭീകരങ്ങളായ സിംഹവ്യാഘ്രാദികൾ പോലും ഇവൻ്റെ മണമേറ്റ ഓടിപ്പോവും. സാധുവർഗങ്ങൾ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു തുടങ്ങി. അപ്പോൾ അവിടെയുള്ള ദുഷ്ടന്മാർക്ക് ഭയവും സജ്ജനങ്ങൾക്ക് ആ സ്വഭാവം പൂർവ്വജന്മത്തിലുണ്ടായിരുന്നല്ലോ, അത് തന്നെ ഈ ആന ശരീരത്തിലുണ്ടാവുകയാണ്. അങ്ങനെ കാലം പോയി, കഠിനമായ വേനൽക്കാലം വന്നു. ഗജേന്ദ്രനും സംഘവും കുറേ പിടിയാനകളും കുട്ടിയാനകളൊക്കെ ആയിട്ട് വെള്ളം അന്വേഷിച്ച് പോവുകയാണ്.
പരക്കം പായുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല കുളിർക്കാറ്റ് അവർക്ക് കിട്ടി. അതിൻ്റെ ആ ഒരു ജലത്തിൻ്റെ ഒരു നനവുള്ള കാറ്റ്, നല്ല സുഗന്ധം, അത് ലക്ഷ്യം വെച്ച് അവർ കുതിച്ചു പാഞ്ഞു. അങ്ങനെ ഗംഭീരമായ ആ പൊയ്കയിൽ എത്തി. അവരവിടെ ഇറങ്ങി അന്യോന്യം വെള്ളം ചീറ്റിയും കുടിച്ചും രസിച്ചും നേരം പോയി. കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവരൊക്കെ കയറി. ഗജേന്ദ്രൻ വീണ്ടും അവിടെ ആനന്ദിച്ചു കൊണ്ട് നിന്നു. ഇവിടെ ശ്രീശുകൻ വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. നിപായൻ സംസ്നപയൻ യഥാഗ്രഹി. എങ്ങനെയാണോ ഗൃഹസ്ഥാശ്രമത്തിൽപ്പെട്ട് തൻ്റെ ജീവിത ലക്ഷ്യം മറന്നു പോകുന്നത്, അതുപോലെ ഈ ആനക്കൊമ്പൻ വെള്ളത്തിലിറങ്ങി രസിച്ചു. എന്തിനാ ഗൃഹസ്ഥാശ്രമം? നാരായണ ഗുരുദേവൻ പറയും, ഒറ്റ ലക്ഷ്യമുള്ളൂ, സത്സന്താനത്തിന് ജന്മം കൊടുക്കുക, പിന്നീട് ഭാര്യയും ഭർത്താവും ഈശ്വരാന്വേഷണ നിരതമായി ജീവിതം നയിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒന്നോ രണ്ടോ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോവുക. ഇത് ജീവിത ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്ക് നമുക്ക് പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ടാവും. സാധാരണ വരുന്നുണ്ട്. കാരണം ഈ ധർമ്മം പഠിപ്പിക്കേണ്ട കാലത്തിൽ പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ സമാജത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിൻ്റെ അപകടമാണത്. അവിടെയാണ് മിനിങ്ങാൻ നടന്ന ചർച്ചകളുടെ പ്രാധാന്യം. നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ അറിയണം ഇതെന്തിനാണ് പഠിക്കേണ്ടത്, ഇതിൻ്റെ പ്രയോജനം എന്താണ്. ഏതായാലും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അജമായയാ, ആ ഭഗവാന്റെ മായ പോലും ഈ വരുന്ന ആപത്തിനെക്കുറിച്ച് ഇദ്ദേഹം മറന്നുപോയി. ഭഗവാൻ ബാബ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ ഉദാഹരണം വെച്ച് പറയാം. തീവണ്ടി, നമ്മൾ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തീവണ്ടി കയറി നിൽക്കുക. ഒരു തിരുവല്ല ചെന്നപ്പോൾ ചായ കൊടുക്കണമെന്ന് വിചാരിക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചായ മേടിക്കാനായിട്ട് 50 റുപ്യ കൊടുത്തു. അപ്പോഴാണ് ചൂളം വിളിക്കുന്ന ശബ്ദം കേട്ടത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി മേടിച്ച് ചായ കുടിക്കാൻ നിൽക്കുമോ, അത് രണ്ടും ഉപേക്ഷിച്ചിട്ട് വണ്ടി കയറുമോ? രണ്ടും നമുക്ക് ചെയ്യാം. ചായ വേണ്ട വെച്ച് വണ്ടി കയറിയാൽ തിരുവനന്തപുരത്തെത്താം, അല്ലെങ്കിൽ വണ്ടി പോകും, നമ്മൾ പ്ലാറ്റ്ഫോമിലിരിക്കും. ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് ഒരു അവസരമാണ്. എന്തിന് ജനിച്ചു എന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഈശ്വരാനുഭൂതിക്ക് കിട്ടിയിരിക്കുന്ന മഹത്തായൊരു അവസരമാണ്. ഇതിനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് കിട്ടുന്ന ഒരുറപ്പുമില്ല. ഭഗവാൻ ബാബ പറയുന്നുണ്ട്, ഇനി ഒരു 3000 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ അവസരം കിട്ടില്ല. ഏതാ? ഈശ്വരനെ തേടാണല്ലേ. ഞാൻ ഈ ജന്മത്തിൽ വന്നപ്പോൾ എൻ്റെ പാർഷദന്മാരെ നാരദാദികളെ കൊണ്ടുവന്നില്ല നിങ്ങൾക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചില്ല എങ്കിൽ ഇനി അടുത്ത 3000 വർഷത്തേക്ക് ഒരു സദ്ഗുരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത ചാൻസിൽ ബാക്കി തീർത്തേക്കാന്ന് വെച്ചാൽ ഇനി 2 കാലയിലാണോ 4 കാലയിലോ വന്നേന്ന് ഓരോ ഉറപ്പുമില്ല എന്നർത്ഥം. അപ്പം ഇവിടെ ചിദാനന്ദപുരി സ്വാമി ഒരിക്കൽ പറഞ്ഞ സംഭവം ഓർമ്മ വരുന്നുണ്ട്. ഒരു അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു തെങ്ങ് നട്ട് അതിൻ്റെ അകത്തൊരു കരിക്ക് കുടിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിൽ നാളികേരമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ചുപോയി. പിന്നെ മക്കൾ തെങ്ങൊക്കെ വളർത്തി അതിൻ്റെ അകത്ത് ചൊട്ടയിട്ടു, ഇത് വന്നു. പക്ഷെ ഒരൊറ്റ നാളികേരം അല്ല, ഈ മച്ചിങ്ങയില്ലേ, മൂക്കില്ല, അതിനുമ്പോൾ ഒരു എലി വന്ന് കുത്തിയിടും. ഇതിനെ തല്ലിക്കൊല്ലാനോ വിഷം വയ്ക്കാനോ അവർക്ക് വിഷമം. പക്ഷെ ഇത് കുത്തിയിടുന്ന ഇവർക്ക് കാണുകയും ചെയ്യാം. സ്വാമിയോട് പറഞ്ഞു, ഇങ്ങനെ സ്വാമി ഇങ്ങനെ അച്ഛൻ വലിയ കൊതിച്ചു വച്ചൊരു തെങ്ങാണ്, അതിന് ഒരു കരിക്കെങ്കിലും എടുത്ത് ഭഗവാൻ വച്ചേക്കണം, അല്ലെ അച്ഛൻ്റെ മുമ്പിലൊന്ന് പടത്തിന് മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക? അപ്പം എന്താ പേലിക്കതൊന്നും കുഴപ്പമില്ല, അച്ഛനാണ്, അദ്ദേഹം കുത്തി കുടിച്ചോട്ടെ, കുറേ കഴിയുമ്പോൾ നിന്നോളും. അതേപോലെ എനിക്ക് ധാരാളം അനുഭവമുണ്ട്. ഏതായാലും 1-2 മാസം കഴിഞ്ഞു പിന്നെ, കാരണം ഉള്ള ഈ മച്ചിങ്ങയൊക്കെ കുത്തിയിട്ട് അതിന് സമാധാനമായി, പിന്നെ നിർത്തി പരിപാടി. സ്വാമി ഈ സന്ദർഭത്തിൽ പറയേണ്ടത്, എലിയൊക്കെ മുക്കി പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലുമ്പോൾ ഓർക്കണം ചിലപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിയായെന്ന് വന്നേക്കാം. ഇതിന് ചുറ്റിപ്പറ്റി നിന്നാലുള്ള കാര്യമാണ്. അവിടെ തന്നെ ആ പാശം വിട്ടുപോകില്ല. ഏതായാലും ഈ നദിയിലിറങ്ങി, അല്ല തടാകത്തിലിറങ്ങി ഇവരെല്ലാം കയറി തൻ്റെ കാലയിൽ ആരോ കടിച്ചതുപോലെ ഇദ്ദേഹത്തിന് തോന്നി. ഒന്ന് കുടഞ്ഞു.
വിട്ടില്ല, ഒന്നും കൂടെ കുടഞ്ഞു, വിട്ടില്ല. അപ്പോൾ ഒരു പരിഭ്രമമായി, ശക്തമായിട്ട് കുടഞ്ഞു, നടക്കുന്നില്ല. ഇത് തന്നെയല്ലേ നമ്മളുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കൊച്ചു ക്ലേശം? ആദ്യത്തെ മുന്നറിയിപ്പാണ്. സാരമില്ല എന്ന് വയ്ക്കും. അപ്പോൾ രണ്ടാമത്തെ വരും, ഭവൻ ഞോണ്ടണതാണേ, എടാ തിരിയ്, എൻ്റെ കൂടെ വാ. അപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ തരും, അപ്പോഴും ശ്രദ്ധിക്കില്ല. പിന്നെ ഒരു പിടുത്തം പിടിക്കും, നിന്നെ നന്നാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോണേ. എന്തിനാ? അഷ്ടമത്തിൽ വ്യാഴം നിന്നതിൻ്റെ, അഷ്ടമത്തിൽ വ്യാഴം നിന്നതിൻ്റെ ഒന്നുമല്ല, പ്രാരബ്ധം കർമ്മഗ്രാഹ ഗൃഹീതാംഗം അല്ലേ? ഈ മുതല പിടിച്ച് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പം ഭഗവാനേന്ന് വിളിക്കുമ്പം മുതല പിടിവിടും. അടുത്ത ശ്വാസം വിളിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത വേറെ വല്ലതും ഉണ്ടോ നോക്കുമ്പോഴാണ് അടുത്ത മുതല പിടിക്കണേ. ഈ മുതല പിടിക്കാതിരിക്കണേ എന്ത് ചെയ്യണം? സദാ സർവത്ര ആ ഈശ്വര ചിന്തയിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ മുതലയ്ക്ക് ചുറ്റും നടക്കാനേ പറ്റൂ, പിടിക്കാൻ പറ്റില്ല. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഈശ്വരകാര്യങ്ങൾ മുഴുകി നടക്കുന്ന കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് ഭഗവാൻ വഴിയൊരുക്കി മുന്നോട്ട് പോകുന്നത് ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ കാണാം. ഒരിക്കലൊരു 10-25 വർഷം അവിടെ താമസിച്ച് വലിയ ദുരന്തം വന്നപ്പം വള്ളിക്കാവിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മധ്യവയസ്കയായ അമ്മോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മേ, എനിക്കെന്നെ ഇങ്ങനെ ദുരിതം, അല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി, പണമൊക്കെ പോയി, എൻ്റെ അമ്മ ഇങ്ങനെ ഒരു ദുരിതം എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ നീ ഇവിടെ വന്നപ്പം നിൻ്റെ ദുരിതത്തിൻ്റെ 80% അമ്മ ഏറ്റെടുത്തു, 20 നീ അനുഭവിക്കണ്ടേ. അപ്പോൾ അടുത്തുനിന്ന് സ്വാമി പറഞ്ഞു, 20 ഇതാണെങ്കിൽ 80 ഒന്നും കൂടെ വന്ന എന്തായിരിക്കും സ്ഥിതി? എപ്പോഴാണോ നമ്മൾ ആ തൃപ്പാദത്തിൽ അഭയം പ്രാപിച്ചത്, അവിടെ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മളെ കടത്തിക്കൊണ്ട് പോകുകയാണ്. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഏതായാലും ഈ നിസാരമെന്ന് തോന്നിയ മുതലയുടെ പിടുത്തം കഠിനമായിട്ട് വന്നു. പിന്നീടത് മാരകമായിട്ട് മാറി. തനിക്ക് കയറിപ്പോകാൻ രക്ഷയില്ല എന്നറിഞ്ഞപ്പോഴേക്കും അത് ആനയുടെ ഗജശ്രേഷ്ഠൻ്റെ കൂടെയുള്ള പിടിയാനകളും ആണാനകളൊക്കെ ഇവർ പിടിച്ച് കയറ്റാനൊക്കെ ശ്രമിച്ചു. അതെല്ലാം ഫലവത്തായില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വിട്ടു പോയി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്ഥിതി അല്ലേ? ആദ്യമൊക്കെ അച്ഛൻ നടക്കാൻ വേണ്ടി കൈ പിടിച്ചുകൊണ്ടും, പിന്നെ വടി കുത്തി പിടിച്ചുകൊണ്ടും, പിന്നെ വീൽ ചെയർ കൊണ്ടും, പിന്നെ ഇവിടെ ഇരുന്നോളാൻ പറയും. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അടുത്ത് വന്ന് നിൽക്കും. പിന്നെ അവർക്ക് ഓടേണ്ട ഓട്ടം കൂടുമ്പോൾ നമ്മുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. നെച്ചൂർ സ്വാമി ഈ സന്ദർഭത്തിൽ പറയും, അപ്പം വിചാരിച്ചോളം ഫ്രീ ടൈം ഇഷ്ടം പോലെ തന്നേക്കാണ് നാമം ജപിക്കാൻ. ഒരു അഗ്രഹാരത്തിലെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. അതുകൊണ്ട് പാട്ടിയും താത്ത എന്ത് ചെയ്യണം? പേരക്കുട്ടിയുടെ കല്യാണത്തിൽ വിളിക്കും, മക്കളെ ഇഷ്ടം പോലെ കല്യാണം കൂടി, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു, ഇനി കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഞങ്ങൾ അനുഗ്രഹിക്കാം, ഇനി ഞങ്ങൾ ഇടിയും കൊള്ളാനൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ഒന്നും നോക്കൂ, നിങ്ങൾക്കും ശാന്തി അവർക്കും ശാന്തി. അല്ല, ഈ പ്രായവരും കൊണ്ടിടണം മക്കൾക്കും അത്ര എളുപ്പമല്ലല്ലോ. കൊണ്ടിടക്കാനുള്ള ബുദ്ധിമുട്ടില്ല, ഇവർക്ക് ശാരീരിക ക്ലേശം ഉണ്ടല്ലോ. ഇതിലേക്ക് നിങ്ങൾ മാറൂ എന്ന് അധികം സരസമായിട്ട് അവിടെ ഉപദേശരംഗം ഓർമ്മ വരികയാണ്. അപ്പോൾ എല്ലാവരും വിട്ടുപിരിയുന്ന ഈ ഘട്ടം നല്ല സുന്ദരമായൊരു കീർത്തനത്തിൽ കാണാം. എല്ലാം വെടിഞ്ഞിട്ടു പോകേണ്ടതായൊരു വല്ലാത്ത ഘട്ടം, എല്ലാവർക്കും ഭയങ്കരം, നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയൊന്നൊരാ ദുഃഖവേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. ഈ ഒരു ഘട്ടം വരും. വൈദ്യം പറയും, ഇനി രക്ഷയില്ല, കൊണ്ടുപോകോളാൻ പറയും. ഈ ഘട്ടത്തിൽ വരുമ്പോൾ മറ്റാരും തുണയില്ല എന്നറിയുന്ന നിമിഷം പൂർവ്വ സംസ്കാരമുള്ളവന് ഉടൻ തന്നെ എന്ത് സംഭവിക്കും? ആ പൂർവ്വ ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും അഭ്യസിച്ച, പൂർവ്വജന്മത്തിലോ അഭ്യസിച്ച ആ ഈശ്വര കാരുണ്യം പ്രവർത്തിക്കും. നമ്മുടെ സ്മരണയിലെ തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൂർവദേഹികം യതതേജതോ ഭൂയ സംസിദ്ധോ ഗുരുനന്ദന പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോഭിസ. ആ പൂർവാഭ്യാസത്തിൽ നമ്മൾ അഭ്യസിച്ച ആ സ്മരണ എത്ര അവശനാണെങ്കിൽ കൂടി വരും. നമ്മുടെ പുലിപ്പം പ്രസാദം കേട്ടിട്ടുണ്ടല്ലോ, പഴയ ആൾക്കാർക്ക് അറിയാം.
നെക്സൈറ്റായിട്ട് തലയൊക്കെ വെട്ടിയെടുത്ത ആൾ മൂപ്പരെ ഒത്തിരി ഇടിയൊക്കെ കൊടുത്ത് ജയിലിൽ കൊണ്ടുപോയിട്ടു. ഇത് നേരിട്ട് പറഞ്ഞ അനുഭവമാണ്. അവിടെ ജയിലിൽ അദ്ദേഹത്തെ ഇട്ടത് ഏകാന്ത തടവില്ല. അപ്പം അദ്ദേഹം പറയാണ്, ഈ ഇടിയേക്കാളും ഭീകരമാണ് ഒറ്റക്കിടൽ, താങ്ങാൻ പറ്റിയില്ല. പുസ്തകം ഉള്ളപ്പോൾ നമ്മൾ സംസാരിക്കണ്ട, പുസ്തകത്തോടെ നമ്മൾ പുസ്തകമുള്ളപ്പോൾ ഒറ്റയ്ക്കല്ല, തീർത്തും ഒറ്റയ്ക്ക്. രാപകൽ പോലും നിശ്ചയമല്ല, അതൊരു ചെറിയ വെളിച്ചമുണ്ട്. ഭ്രാന്ത് പിടിക്കും തോന്നി. ഇപ്പോൾ ഒരു തോർത്തെ കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ. ഇതേ പോലെ തോർത്തിൻ്റെ അറ്റം ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ അകത്ത് 108 കെട്ടിട്ടത് ഒരു മാല പോലെയാക്കി. എന്നിട്ട് ഞാൻ ഹരേ രാമ ഹരേ കൃഷ്ണ അവിടെ വെച്ച് ജപിക്കാനും തുടങ്ങി. മാത്രമല്ല, എൻ്റെ അമ്മ ചെറുപ്പകാലത്ത് പള്ളിയിൽ കൊണ്ട് എന്നെ പ്രാർത്ഥിപ്പിച്ച ആ പള്ളിയിൽ സ്തുതികളുണ്ടല്ലോ, അതെൻ്റെ ഓർമ്മയിൽ വന്നു. ഞാനത് ജപിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ ജയിലിൽ നിന്ന് പോന്നപ്പോഴല്ല, ഏകാന്ത തടവിൽ കിടന്ന അന്ന് ഞാൻ വിശ്വാസിയായിട്ട് മാറി. ആരും തുണയില്ല എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം, എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരം തലപൊക്കി വരുന്നതാണത്. ഇത് രാമകൃഷ്ണദേവൻ്റെ മാനസപുത്രനുണ്ടല്ലോ രാഘാൽ, പിൽക്കാലത്തെ ബ്രഹ്മാനന്ദ സ്വാമി, അദ്ദേഹം പറഞ്ഞിട്ട് രാമകൃഷ്ണൻ ഒരു ദർശനം കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ കൂടെ വൃന്ദാവനത്തിൽ ഓടി നടന്ന ബാലന്മാരിൽ ഒരാളാണ് ഈ രാഘാൽ. രാഘാൽ എന്ന് പറഞ്ഞാൽ ഇടയ ബാലൻ എന്ന പേര്. നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. 19 വയസ്സായി പോകുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാഘാൽ എന്ന് പറയുമ്പോൾ രാമകൃഷ്ണൻ സമാധിയായി. അപ്പം നന്ന ദേവി ദർശനത്തിൽ കാണിച്ച പയ്യനാണല്ലോ ഇതെന്ന് തോന്നി. പിന്നീട് ഇദ്ദേഹത്തെ വലിയ ഗംഭീരമായ തപസ്യൊക്കെ ആക്കി മാറ്റി. ശ്രീരാമകൃഷ്ണൻ തൻ്റെ ശരീരം വിടുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഘാൽ അവൻ ആരാണെന്ന് ഒരിക്കലും ഓർമ്മ വരുത്തരുത്, ഓർമ്മ വന്ന അബദ്ധാവും. അങ്ങനെ രാഘാലിൻ്റെ ബ്രഹ്മാനന്ദ സ്വാമിയായി. അവിടെ അതിഗംഭീരമായ രാമകൃഷ്ണമഠം ലോകപ്രശസ്തമാക്കിയിരിക്കുന്ന സന്ദർഭം. ഒരിക്കൽ രാമകൃഷ്ണദേവൻ്റെ മരുമൻ രാംലാൽ അവിടെ വന്നപ്പോൾ ചോദിച്ചു, നീ വേഷം കിട്ടുകയൊക്കെ ചെയ്യുമല്ലോ ഗോപസ്ത്രീകളുടെ, അങ്ങനെ ഒരു പാട്ട് പാടൂ എന്ന് പറയാണ്. അന്ന് ഗോപസ്ത്രീകളുടെ വേഷം കിട്ടി. ഇദ്ദേഹം പാടിയ പാട്ട് ഒന്നിതായിരുന്നു, വരൂ നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം, ആ കൃഷ്ണനൊപ്പം നൃത്തമാടാം എന്നുള്ള ഒരു ബംഗാളി പാട്ട് പാടി ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഭാവം മാറി, ശരീരം ഒന്ന് വിറച്ചു. ആ പാട്ട് കഴിഞ്ഞു ഇദ്ദേഹം വളരെ ഗൗരവത്തോടെ അകത്തേക്ക് പോയി. പൂർവ്വജന്മസ്മരണയുണ്ടായി താൻ ആരാണെന്നുള്ള. ഒരൊറ്റ ആഴ്ചക്കകം ആശ്രമത്തിലെ സകല ചുമതലകളും കൈമാറി. 1-2 മാസം കഴിഞ്ഞപ്പം ഇദ്ദേഹം ശരീരം ജയിക്കുകയാണ് ചെയ്തത്. രമണ മഹർഷിക്ക് അങ്ങനെയല്ലേ, ഇളയച്ചൻ്റെ വീട്ടിൽ വെച്ച് അരുണാചലം ആ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ തൻ്റെ ഉള്ളിൽ ആരോ എന്തോ ഒന്നൊട്ടക്കി വലിക്കുന്നത് പോലെ ആ സുമുഹൂർത്തം ഏത് ജീവനും ഏത് സന്ദർഭത്തിലും വരാം. പൂർവ്വ സംസ്കാരം ഉണ്ട് എങ്കിൽ ആ പൂർവ്വ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് ഗജേന്ദ്രൻ്റെ അതിഗംഭീരമായ സ്തുതി ഉണ്ടാവുകയാണ്. അതാണ് ഗജേന്ദ്രസ്തുതിയായിട്ട് അതിഗംഭീരമായിട്ടുള്ള വേദാന്തത്തിൽ അധിഷ്ഠിതമായൊരു സ്തുതിയാണ് ഓം നമോ ഭഗവതേ. പിന്നെ സാധാരണ രാമകൃഷ്ണായ വാസുദേവായ എന്നൊക്കെയാണ് പറയണ്ടേ. പക്ഷെ ഇവിടെ പറഞ്ഞു തസ്മൈ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഏത് ഭഗവാൻ? യാദൃശായ മഹാദേവ താദൃശായ നമോ നമ. എങ്ങനെ അങ്ങെന്ന് എനിക്കറിയില്ല. ഏത് രൂപത്തിലാണോ അങ്ങുള്ളത് ആ രൂപത്തിലുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഇന്ന രൂപത്തിലൊന്നും ഭഗവാനെ നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. ഏത് രൂപത്തിലും ഭഗവാൻ ഇതാണല്ലോ, വരാമല്ലോ. അതുകൊണ്ട് ആ പൂർവ്വസംസ്കാരം അതായത് ഏവം വ്യവസ്ഥിതോ ബുദ്ധ്യ സമാധായ മനോഹൃതി ജജാമപരമം ജാപ്യം പ്രാഗ്ജന്മമനുശിക്ഷിതം. ആ പൂർവ്വജന്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ബലമായിട്ട് അദ്ദേഹം ജപിക്കുകയാണ് ഓം നമോ ഭഗവതേ തസ്മൈ യദ ഏതശ്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി. ആരു മൂലമാണോ ഇതം ജഗത്, ഈ ജഗത്ത്, ഈ ശരീരവും ഈ ലോകവും ചൈതന്യവത്തായിട്ടുള്ളത്, ആരാണോ ഈ ജഗത്തിന് കാരണമായി തീർന്നിട്ടുള്ളത്, പരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. കാരണം ഇപ്പോൾ നമസ്കരിക്കാൻ പറ്റില്ലല്ലോ, മുതല പിടിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങയെ അഭിധീമഹി, ഞാനിതാ അങ്ങയെ ധ്യാനിക്കുന്നു എന്ന് പറയാണ്. ഇനി ഈ അടുത്ത ശ്ലോകം
അതിഗംഭീരമായിട്ടാണ് ആചാര്യന്മാർ ഈ ശ്ലോകത്തെക്കുറിച്ചെല്ലാം പറയും. യസ്മിന്നിദം യതശ്ചേദം യേനേദം ചൈദം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്ത്വം പ്രപദ്യേ സ്വയം ഭുവം. ഈ വിശ്വം ഏതിലാണോ സ്ഥിതി ചെയ്യുന്നത്, ആ ഏതിൽ നിന്നാണോ ഈ വിശ്വം ഉണ്ടായത്, യാതൊരുവനാണോ ഇതിന് കാരണമായത്, ആര് തന്നെയാണോ ഈ വിശ്വമായി മാറി നിൽക്കുന്നത്, സ്ഥൂലമായ കാര്യകാരണ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ഇതിനെല്ലാം അതീതനായി വർത്തിക്കുന്ന സ്വയം സിദ്ധനായ ആ വിശ്വകാരണത്തെ ഞാനിതാ വന്ദിക്കുന്നു. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഇതിന് നമ്മൾക്ക് ആചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു ഇത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിലൂടെ ആണ് നമുക്കിതിനൊരു സൂചന ഈ പറയുന്ന വിശേഷണങ്ങൾക്ക് കണ്ടെത്താനുള്ള ഒരു സൂചന തരുന്നതിലൂടെയാണ്. സത്യസായി ബാബ വളരെ ലളിതമായി ആചാര്യന്മാർ അതാണല്ലോ രമണ മഹർഷി പറയുമല്ലോ, നീ എന്തു ചോദ്യം ചോദിച്ചാലും ചോദ്യം ചോദിച്ചത് ആരാണെന്ന് നീ നിന്നോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. സംശയം വന്നു എന്ന് പറയുന്നതും ആർക്ക് സംശയം വന്നു? എനിക്ക്. നീ ആരാ? പിന്നെ ഉത്തരം എന്നാ ഉള്ളത്? എന്തു ചോദിച്ചാലും നീ ആരാന്ന് ചോദിച്ചാൽ വിടുള്ളൂ. പിന്നെ അതും ദഹിക്കാതെ വന്നപ്പോഴാണ് സത്യസായി ബാബ പറഞ്ഞു, നിങ്ങൾ 3 പേരാണ്. 2 in 1 റേഡിയോ ഇറങ്ങിയ കാലഘട്ടത്തിലാണ്. നിങ്ങൾ 3 in 1 ആണ്. ഈ തത്വത്തിലേക്ക് കൊണ്ടാണ് പറയുകയാണ്. ഒന്ന് ഞാൻ കരുതുന്ന ഞാൻ, നിങ്ങൾ കരുതുന്ന ഞാൻ, യഥാർത്ഥത്തിലുള്ള ഞാൻ. ഇത് 3 ഉള്ളൂ. എനിക്ക് എന്നെ പറ്റിയൊരു ധാരണയുണ്ട്. രമണ ഭഗവാന്റെ അടുത്തോട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, ഈശ്വരന് രൂപമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിനക്ക് രൂപമുണ്ടോ എന്ന് ചോദിച്ചു. ഇതാണോ നീ എന്ന് ചോദിച്ചു. അല്ല, കാരണം 10 വർഷം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ആവുമല്ലോ. അല്ല, പിന്നെ ആരാ നീ? ഇപ്പോൾ തലേം തത്തി ഇദ്ദേഹം പോകുമ്പം രമണ ഭഗവാൻ അടുത്തിരുന്ന ആളോട് പറയും, ചോദ്യം അവൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഇനി അത് അതിൻ്റെ അകത്ത് കിടന്ന് പ്രവർത്തിച്ചോളൂ. വിത്തിട്ടു, ഏതാ വിത്ത് നട്ടു, ഇനി അത് വളർന്നോളൂ എന്നർത്ഥം. ഇവിടെ ഭഗവാൻ ചോദിക്കുന്നതാണ്, നീ കരുതുന്ന നീ, മറ്റുള്ളവർ കരുതുന്ന നീ, യഥാർത്ഥത്തിലുള്ള നീ കരുതുന്ന നീ എന്താണ്? നിൻ്റെ ചിന്ത, നിൻ്റെ മനസ്സ്, അതല്ലേ? ഇപ്പം എനിക്ക് എന്നെ പറ്റിയൊരു ധാരണയില്ലേ? ഒരു 8-10 വർഷം മുമ്പ് എനിക്ക് എന്നെക്കുറിച്ചുള്ള ധാരണ ഇതല്ല. ഇനി കുറേ കഴിഞ്ഞത് മാറുകയും ചെയ്യും. അപ്പം എന്നെക്കുറിച്ച് ഞാൻ ധരിച്ചിരിക്കുന്നത് സ്ഥായിയായ കാര്യമല്ല, താൽക്കാലികമാണ്, മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ട് അത് സത്യമല്ല, എന്നെക്കുറിച്ചറിയുന്ന ഞാൻ സത്യമല്ല എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്, അത് ശരിയാണോ അല്ല എന്നുള്ളൊരു 3-4 മാസം ഒന്നിച്ച് കഴിഞ്ഞാൽ പറയും, ഇങ്ങനെ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ എന്ന് പറയും. എന്തു പറ്റി? നമ്മുടെ വിശ്വരൂപമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയായിരുന്നു ആളെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ധരിച്ചിരിക്കുന്നത് പെരുമാറ്റത്തിൽ നിന്നും, ബാഹ്യമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്നും ഞാനൊരു കൺസെപ്റ്റിലെത്തി അദ്ദേഹം ഇന്ന ആളാണ്, മോശമാണ്, നല്ലതാണ്, എന്തെങ്കിലുമാണ് ഞാനൊരു കൺസെപ്റ്റിലെത്തി. അതും സത്യമല്ല. പിന്നെ ഇപ്പം എന്താ സത്യമായിട്ടുള്ളത്? അപ്പം നീ കരുതുന്ന നീ, മറ്റുള്ളവർ കരുതുന്ന നീ, യഥാർത്ഥത്തിലുള്ള നീ ഒന്നുണ്ടല്ലോ. യഥാർത്ഥത്തിലുള്ള ഞാൻ കരുതുന്ന ഞാൻ, മറ്റുള്ളവർ കരുതുന്ന ഞാൻ. യഥാർത്ഥത്തിലുള്ള ഞാൻ എന്താണ് എന്ന് അപ്പോഴാണ് മനസ്സകത്തേക്ക് തിരിയുക. അതിനെ കാണാനായിട്ട് 3 ഇതുള്ളൂ. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമുണ്ട്, ജാഗ്രത സമയമുണ്ട്, ഉറങ്ങുമ്പോൾ ഒരു ഘട്ടമുണ്ട്, സ്വപ്നം കാണാതെ ഉറങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ ഞാൻ തന്നെ സകലതും സൃഷ്ടിക്കുന്നു, ഞാൻ തന്നെ എന്നെയും കാണുന്നു, കണ്ട ഞാൻ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം ഓർക്കുന്നു. ഇതുണ്ടാക്കി കണ്ട് എന്നെയും കണ്ട ആ നീ ആരാണ്? അതിനുത്തരം പറയരുത് എന്നാ പറയണേ, ആലോചിക്കാവേ ഉള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ
5-ാം വയസ്സിലും 25-ാം വയസ്സിലും 30-ാം വയസ്സിലും 50-ാം വയസ്സിലും അതിന് താഴെ പ്രായമുള്ളവർ അവരെ പ്രായം എടുത്തോളണം. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഏതൊന്നാണ് മാറ്റമുണ്ടായപ്പോഴും മാറ്റമില്ലാതെ നിലനിന്നത്? എന്തോന്നുണ്ടല്ലോ, എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. എന്തെങ്കിലും ആവട്ടെ. സുഷുപ്തിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആൾ 2 കാര്യമേ പറയുള്ളൂ. ഒന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ സുഖമായി ഉറങ്ങി. ഈ 2 വാക്ക് പ്രപഞ്ചത്തിൽ ആരോട് ചോദിച്ചാലും പറയുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. ഈ സുഖമായിരുന്നു എന്നറിയണമെങ്കിൽ ആരോ ആ സുഖം അനുഭവിച്ചപ്പോൾ ഉണർവോടെ ഇരുന്നിട്ടുണ്ട്. ഇല്ല, സുഖം അറിയാൻ പറ്റുമോ? ഒന്നും അറിഞ്ഞില്ല എന്നറിയണമെങ്കിലും ആരോ ഒരാൾ അവിടെ ഒന്നും അറിഞ്ഞില്ല എന്ന അറിവ് അറിയാൻ വേണ്ടി ഉണർന്നിരുന്നു. അവർ പേരിടും പ്രാജ്ഞൻ, ഉറക്കത്തിൽ കണ്ട ആൾ തൈജസൻ, ഉണർന്നിരുന്നപ്പോൾ കണ്ട ആൾ വിശ്വൻ. ഏത് പേരിട്ടാലും ഞാനാണ്. അതായത് ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്. സ്വപ്നത്തിൽ ശരീരമില്ല, ഞാനുണ്ട്, മനസ്സുണ്ട്. സുഷുപ്തിയിൽ ശരീരവുമില്ല, മനസ്സുമില്ല, ഞാൻ മാത്രമുണ്ട്. 3 ദശകളിലും ഞാൻ ആണ് കോമൺ ആയിട്ടുള്ളത്. ആ ഞാൻ സാന്ദ്ര ആനന്ദ അവബോധമാണ്. നാരായണത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ മുഴുവനും അതിൻ്റെ വർണ്ണനയാണ്, ആ ഞാനിൻ്റെ വർണ്ണനയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. ആ ഉറക്കത്തിലെ ശ്ലോകത്തിലൂടെ കമ്പയർ ചെയ്യാൻ വല്ലതുണ്ടോ? കാലദേശാവധിഭ്യാം. കിടക്കുമ്പോൾ എവിടെയാണെന്നറിയാവോ? കാലമുണ്ട്, കിടന്നതേ ഓർമ്മയുള്ളൂ. 6 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നിർമുക്തം, ആരും കെട്ടിയിട്ടില്ല. നിത്യമുക്തം എന്നും അതങ്ങനെയാണ്. ഇതിനെയാണ് നിരവധി ഉപനിഷത്തുക്കൾ പ്രകീർത്തിച്ചിട്ടുള്ളത്. അതിനെയാണ് ആ ചൈതന്യ ഘനത്തെയാണ് ഈ ഇദ്ദേഹം പൂർവജന്മ സംസ്കാരം കൊണ്ട് പ്രകീർത്തിച്ചത്. ഏതായാലും ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താണ് നമ്മൾക്കത് കണ്ടെത്താനുള്ളതിൻ്റെ തടസ്സം? അത് പറയും, ശരീരം, പുത്രന്മാർ, മിത്രങ്ങൾ, ഗ്രഹം, ധനം, സ്വജനങ്ങൾ, ഇവയോടുള്ള ആസക്തി ഉള്ളിടത്തോളം കാലം നമുക്കെന്തു പറ്റില്ല? ഈ ഉള്ളിരിക്കുന്ന ഈശ്വരനെ കാണാൻ പറ്റില്ല. ഇത് മറയായിട്ട് കിടക്കും. ഞാനാരാ എന്ന ഗ്രന്ഥത്തിൽ ആദ്യത്തെ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരത്തിനുമായിട്ട് രമണ മഹർഷി സുന്ദരമായിട്ട് പറയുന്നുണ്ട്, ഈ കാണുന്ന പ്രപഞ്ചത്തെ നിങ്ങൾ കാണുന്നോടത്തോളം കാലം നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. ഈശ്വരനെ കാണുമ്പം നിങ്ങൾക്ക് പ്രപഞ്ചത്തെയും കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കയറ് കണ്ടപ്പോൾ പാമ്പാന്ന് തോന്നിയപ്പോൾ അവിടെ കയറിനെ കണ്ടില്ല. കയറിനെ കണ്ടപ്പോൾ അവിടെ എന്തു പറ്റിയില്ല? പാമ്പിനെയും കാണാൻ പറ്റിയില്ല. ഇതിനെല്ലാം ഈശ്വര സ്വരൂപമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈശ്വരനോട് എനിക്ക് എന്തു ഭാവമാണോ ഉള്ളത്, അങ്ങനെ ഈ സകല ചരാചരങ്ങളോടും എനിക്ക് ആ ഭാവം ഉണ്ടാവും. ഭവൻ ബാബുയോട് ചോദിച്ചു, സ്വാമി സ്നേഹിക്കണ പോലെ ഞങ്ങൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ എന്തൊരു എളുപ്പവഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. പിന്നെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അതെ. എന്തുകൊണ്ടാണ് നിന്നെ ഇഷ്ടം? അത് ഞങ്ങൾ അവരുടെ മക്കളല്ലേ. അത് എനിക്ക് അങ്ങനെ തന്നെയാണ്. നിങ്ങളെല്ലാവരെയും കാണും മക്കളായിട്ടാണ് തോന്നുന്നത്. സ്നേഹം സ്വാഭാവികമാണ്. അതുപോലെ നിനക്ക് നിൻ്റെ കുടുംബത്തിലുള്ളതാണ് ഇവരെല്ലാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം സ്വാഭാവികമാണ്. എന്തിനാ സ്വാഭാവികമായ സ്നേഹം വരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചിലത് കിട്ടിയാൽ സുഖമുണ്ടെന്നും ചിലതെൻ്റെ അടുത്തുനിന്ന് പോയാലാണ് സുഖമെന്നും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനെ വിവേകം കൊണ്ടും എനിക്ക് മാറ്റാം, അനുഭവം കൊണ്ടും മാറ്റാം. വിവേകം കൊണ്ട് മാറ്റുന്നതാണ് എളുപ്പം. അനുഭവം കൊണ്ട് മാറ്റിയ കയ്യും കാലമൊക്കെ പൊള്ളും അല്ലേ? ദുരിതങ്ങൾ അനുഭവിച്ച് പഠിക്കണേക്കാളും കള്ളു കുടിച്ചാൽ കരള് പോകുന്നുള്ളൂ. കുടിച്ചിട്ട് അറിയണയാണോ നല്ലത്, കുടിച്ച് കിടക്കണവനെ കാണണയാണോ നല്ലത്? വളരെ ലളിതമാണ്.
അതാണ് ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവര്യാത് ലബ്ധാതുദ്രൂപതത്വം. ഈ ജീവജാലങ്ങളുടെ ദുഃഖം കണ്ടിട്ട് ഭഗവാനെ ഞാൻ വിവേകത്തോടുകൂടി ഇത് മനസ്സിലാക്കി അങ്ങയെക്കുറിച്ചുള്ള ആ തത്വത്തെ ഞാൻ ഗ്രഹിച്ചു കൊള്ളാം ആചാര്യൽ നിന്ന് എന്ന് നാരായണത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ രണ്ടും അതിന് അടുത്തത് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയുടെ ഒരു ഭാഗമാണ്. എനിക്കിനി ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഞാൻ അങ്ങേ വിളിച്ചത്. കാരണം ഈ ആനശരീരം എന്നാണെങ്കിലും പോകുമ്പോൾ മുതലയുടെ പിടുത്തവും പോവും. പക്ഷെ എന്നെ പിടിച്ചിരിക്കുന്ന അജ്ഞാനത്തിൻ്റെ പിടുത്തം പോകാൻ ജ്ഞാനസ്വരൂപനായ അങ്ങയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് ഈ അജ്ഞാനമാകുന്ന മുതലിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നാണ്. ഗജേന്ദ്രൻ്റെ സ്റ്റാൻഡേർഡ് നോക്കൂ അല്ലേ? കാരണം മറ്റെന്ത് കിട്ടിയാലും ശരീരം ഉള്ളോടത്തോളം കാലം രാമകൃഷ്ണദേവൻ പറഞ്ഞവർ അമ്മയ്ക്ക് ആയുസ് കുറവാണെന്ന് അറിഞ്ഞ് പരിഹാരം നേടി ജോത്സ്യൻ്റെ അടുത്ത് നിന്നു. ജോത്സ്യൻ ഗുരുവിൻ്റെ അടുത്ത് നിന്നു. ഗുരു പറഞ്ഞു അമ്മയുടെ ആയുസ് നീട്ടി തരാം, പക്ഷെ പ്രശ്നം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കിനി അരമണിക്കൂറേ ഉള്ളൂ ആയുസ്. അപ്പം അതുകൊണ്ട് പിന്നെ നീ അമ്മ ജീവിച്ചിരുന്ന ജീവിച്ചില്ലെങ്കിൽ എനിക്കെന്താ? ഞാനുണ്ടെങ്കിലല്ലേ എൻ്റെ ബന്ധുക്കൾ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ശരീരം പോകുമ്പോൾ സകല ദുരിതങ്ങളും തീരുന്നുകൊണ്ട് ഈ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ദുരിതമല്ല മാറേണ്ടത്, എന്നെ ബാധിച്ചിരിക്കുന്ന ഈ അജ്ഞാനമാണ് മാറേണ്ടത് എന്നാണ് അദ്ദേഹം അവസാനമായി പ്രാർത്ഥിക്കുന്നത്. അവിടെ വച്ച് ഈ ആന പിടിച്ച് താഴത്തേക്ക് കൊണ്ടുപോകുന്ന ഈ സമയത്താണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുഷ്പമെടുത്ത് ഭഗവാനെ സമർപ്പിക്കുന്നതും അതീവ സഹസാവതീര്യ സഗ്രാഹമാശു സരസക്രമയോ ജഹാര കുതിച്ചു പാഞ്ഞ് ഭഗവാനെ അവിടെ ഒരു ഭക്തർ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാനല്ല നമസ്കാരം, ഭഗവാന്റെ വേഗത്തിന് നമസ്കാരം. സരസമായിട്ട് ഒത്തിരി വർണ്ണിക്കണ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ചുരുക്കി പറഞ്ഞാണ് ഇങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ ഭഗവാൻ ശങ്കെടുക്കാൻ മറന്നു, ചക്രം എടുക്കാൻ മറന്നു, ചെരുപ്പ് പാതുക എടുക്കാനും മറന്നു. ഈ പാതുക എടുക്കാൻ മറന്നപ്പോഴത്തേക്കും ഇതെനിക്ക് സംസ്കൃതത്തിലെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിച്ചറിയാം, പാതുക എന്ന് പറഞ്ഞ സ്ത്രീലിംഗ അത്രേ, ഈ ശംഖചക്രമൊക്കെ പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ പറഞ്ഞാൽ അയ്യേ ദേവി ഇട്ടിട്ട് പോയോ എന്ന് വെച്ച് ഇവരൊക്കെ കൂടി പരിഹസിച്ചു. ഇതിടാനുള്ള സമയം കിട്ടിയില്ല. അവിടെ അദ്ദേഹം കിടന്ന് ഭക്ത കിടന്ന് നിലവിളിക്കല് പാഞ്ഞു ചെന്നു. അവിടെ പ്രശ്നമൊക്കെ പരിഹരിച്ച് തിരിച്ചു വന്ന് ഈ പാതുകം ധരിച്ചപ്പം കാലിലിച്ചിരി നനവ്. എന്താ പറ്റി? ദേവി എന്തേ കരഞ്ഞേ? പാതുകാദേവി എന്നാ വിളിക്കണേ. ദേവി എന്തേ കരഞ്ഞേ? അല്ല അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആണുങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ, എൻ്റെ ഉടയോൻ എന്നെ ഇട്ടിട്ട് പോയില്ലേ, ഭർത്താവ് ഇട്ടിട്ട് പോയാൽ ബാക്കിയുള്ള പുരുഷന്മാരുള്ളപ്പോൾ ഭാര്യയുടെ അവസ്ഥ എന്താ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവർ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഓ അതാ കാര്യമല്ലേ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതാണത്രേ, ഇതൊക്കെ ഭാവന കേട്ടോ ഭക്തന്മാരുടെ. അതാണത്രേ അടുത്ത അവതാരം വന്നപ്പോൾ വനത്തിൽ വച്ച് ഭരതൻ പറഞ്ഞില്ലേ അങ്ങയുടെ പാതുക എനിക്ക് തരണേന്ന് പറഞ്ഞില്ലേ കൊണ്ടുപോയി പൂജിക്കാൻ. അപ്പോൾ ലക്ഷ്മണനോട് ഭഗവാൻ പറഞ്ഞു ആ പാതുക എടുത്തുകൊണ്ട് വരൂ. ഇവൻ ഈ പാതുകാദേവി ലക്ഷ്മണൻ എങ്ങനെയാണ് കൊണ്ടോണേ? അന്ന് കളിയാക്കിയതാണല്ലോ, അനന്തനായിരുന്നില്ലേ, എടുത്ത് തലയിൽ വെച്ചു. എടുത്തുകൊണ്ടിട്ട് ആരുടെ കൊടുത്തു? ഭരതൻ്റെ കൊടുത്തു. ഭരതൻ ഭവൻ്റെതല്ലേ, ആയുധങ്ങളൊന്നല്ലേ. ഭരതൻ തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. നന്ദിഗ്രാമിൽ അവിടെ വെച്ചിട്ട് ശത്രുഘ്നൻ എന്ത് ചെയ്തു? 24 മണിക്കൂറും പാദത്തെ വീശിക്കൊണ്ടിരിക്കുക. എൻ്റെ ഭക്തത വിഷമിപ്പിച്ചില്ല, അതുകൊണ്ട് ഈ ജന്മത്തിൽ സേവിച്ചോളൂ എന്ന് ഭഗവാനാക്കിയതുകൊണ്ട് അതിഗംഭീരമായിട്ട് മനോധർമ്മത്തിലൂടെ ആചാര്യന്മാർ ഇതിൻ്റെ ചിലതിങ്ങനെ പറയാറുണ്ട്. ഏതായാലും അങ്ങനെ ആ ഭഗവാൻ അതീവ വേഗത്തോടെ നിന്ന് അർച്ചിച്ച പുഷ്പത്തോടൊപ്പം ഈ ആനയെ പിടിച്ച് കരയെ കയറ്റി തൻ്റെ സുദർശനം കൊണ്ട് ആ മുതലയർത്തു. അതൊരു ഗന്ധർവനായിരുന്നു. ഒരു മുനിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് മാറിയതാണ്. ഭക്തൻ്റെ പാദത്തിൽ പിടിച്ച അദ്ദേഹത്തിന് ആദ്യം മോക്ഷം കൊടുത്തു. ഭക്തന് ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ കൂടെ കൂട്ടി വൈകുണ്ഠത്തിലേക്ക് സ്വപാർഷതനാക്കി കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കഥ. ഈ ഭഗവാൻ അവസാനം പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ഈ സംവാദം, ഈ കഥ ആര് സ്മരിക്കുന്നുവോ അവർക്ക് സകലവിധ ദുരിതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും.
ഭീഷ്മർ പറഞ്ഞ പോലെ കെട്ടകനവ് കാണാതിരിക്കും. അത് വളരെ ചുരുക്കി ഒതുക്കി പറഞ്ഞു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരെല്ലാവരും ക്ഷമിക്കുക. കായേന വാചാ മനസ്സേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.